ആഫ്രിക്കയിലെ ഒരു വലിയ കാട്ടിൽ ഒരു സിംഹക്കുട്ടി പിറന്നു. ഇന്ന് അവനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന ദിവസമാണ്. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം അവനെ കാണാനായി ഓടുകയാണ്. സിംഹരാജാവായ മുഫാസയെ അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. മുഫാസ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സ്വാഗതം ചെയ്തു. രാജഗുരുവും ഉപദേശകനുമായ റഫീഖ് എന്ന കുരങ്ങച്ചൻ കയ്യിലിരുന്ന് ചുവന്ന വേരൊടിച്ച് അതിന്റെ ചായം കൊണ്ട് സിംഹക്കുട്ടിയുടെ നെറ്റിയിൽ തിലകം ചാർത്തി. റാണിയുടെ കയ്യിലിരുന്ന സിംഹക്കുട്ടിയെ എടുത്ത് പ്രജകളെല്ലാം കാണിക്കുന്നു. ഇവനാണ് നിങ്ങളുടെ യുവരാജാവ് സിംബ. മൃഗങ്ങളെല്ലാം ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ആ കാട്ടിൽ അന്ന് ആഘോഷമാണ്. അവിടെ നിന്ന് കുറിച്ചു മാറിയ ഒരു ഗുഹയിൽ മറ്റൊരു സിംഹം നല്ല ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. അത് രാജാവായ മുഫാസയുടെ സഹോദരനായ സ്കാർ ആണ്. സിംബയെ അടുത്ത രാജാവായി പ്രഖ്യാപിച്ചത് സ്കാറിന് ഒട്ടും ഇഷ്ടമായില്ല. മുംബാസയ്ക്ക് ശേഷം താനായിരിക്കും രാജാവെന്നാണ് അവൻ കരുതിയിരുന്നത്. നീ എന്താ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ചോദിച്ച് അങ്ങോട്ട് വന്ന മുഫാസയുടെ സന്ദേശവാഹകനായ സാസു എന്ന പക്ഷിയെ അവൻ ഉപദ്രവിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് മുഫാസ അങ്ങോട്ട് വന്നത്. സാസുവിനെ മുഫാസ അവന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നു. സ്കാറിന് സിംബയോടുള്ള ദേഷ്യം മുഫാസയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാതെ മുഫാസ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി താൻ തങ്ങാറുണ്ടായിരുന്ന മരത്തിൽ റഫീഖ് സിംബയുടെ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. പിറ്റേന്ന് നേരെ വെളുത്ത ഉടനെ സിംബ അച്ഛനെ വിളിച്ചുണർത്തി. ഇന്നെന്നെ കാട് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ? സിംബ പിന്നെയും ശല്യം ചെയ്തപ്പോൾ മുഫാസ അവനെയും കൊണ്ട് ഒരു വലിയ പാറയുടെ മുകളിലേക്ക് പോയി. അവിടെ നിന്നാൽ ഒരുപാട് ദൂരം വരെ കാണാം. ഈ സൂര്യപ്രകാശം വീഴുന്ന അത്രയും സ്ഥലം നമ്മുടെ സാമ്രാജ്യമാണ്. എന്റെ കാലശേഷം ഇത് നോക്കി നടത്തേണ്ടത് നീയായിരിക്കും ഭാവി രാജാവ്. ഈ സാമ്രാജ്യം മുഴുവനും അപ്പോൾ എന്റെ സ്വന്തമായിരിക്കും അല്ലേ? സിംബ ചോദിച്ചു. അങ്ങനെയല്ല, മുഫാസ പറഞ്ഞു. ഈ സാമ്രാജ്യം മുഴുവനും നോക്കി നടത്തേണ്ടത് നീയാണ്. അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ചെറിയ ഉറുമ്പുകളെയും വലിയ മാനുകളെയും നീ ഒരുപോലെ പരിപാലിക്കേണ്ടി വരും. അപ്പോഴാണ് സാസു അങ്ങോട്ട് വന്നത്. ഹൈനകൾ വീണ്ടും രാജ്യത്ത് ആക്രമണം നടത്താൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്നത് കേട്ട് മുഫാസ അവനോടൊപ്പം പോയി. സാസുവിനോട് സിംബയെ മറ്റ് സിംഹക്കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ നിർദ്ദേശിച്ചു. സാസു സിംബയെ മറ്റ് സിംഹക്കുട്ടികളുടെ അടുത്ത് എത്തിച്ചെങ്കിലും അവിടെ ഇരുന്ന ഒരു വണ്ടിന്റെ പിന്നാലെ പോയി സ്കാറിന്റെ ഗുഹയുടെ അടുത്തെത്തുന്നു. ഇപ്പോൾ സിംഹങ്ങൾ വണ്ടിനെയാണോ പിടിച്ചു തിന്നുന്നത് എന്നൊക്കെ സ്കാർ അവനോട് ചോദിക്കുന്നു. സിംബ സ്കാറിന്റെ അടുത്ത് ചെന്ന് അച്ഛൻ ഇന്നെന്നെ രാജ്യം മുഴുവൻ കാണിച്ചു തന്നുവെന്നും താനായിരിക്കും അടുത്ത രാജാവെന്ന് അച്ഛൻ പറഞ്ഞെന്നും ഞാൻ രാജാവായാൽ കൊച്ചച്ഛൻ പോലും എന്നെ അനുസരിക്കേണ്ടി വരുമെന്നും ഒക്കെ പറയുന്നു. ഓഹോ, രാജ്യം മുഴുവൻ നിന്നെ കാണിച്ചു തന്നോ? ഈ വടക്ക് ഭാഗത്ത് കാണുന്ന ഇരുണ്ട പ്രദേശത്ത് എന്താണെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞോ? സ്കാർ ചോദിച്ചു. ഇല്ല, അങ്ങോട്ട് പോകരുതെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്താ കൊച്ചച്ഛ അവിടെ ഉള്ളത്? കുട്ടികൾക്കൊന്നും അങ്ങോട്ട് പോകാൻ പാടില്ല. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി നോക്കൂ, സ്കാർ അവനോട് പറഞ്ഞു. അവൻ വേഗം തന്റെ കൂട്ടുകാരിയായ നാളയുടെ അടുത്ത് ചെന്ന് അവളെ തന്റെ കൂടെ വരാൻ വിളിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇവിടെ പുഴയുടെ അടുത്ത് വരെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നാളെയും കൂട്ടി അവൻ യാത്രയായി. അവരുടെ പിന്നാലെ സാസുവും ചെന്നു. അവർ സാസുവിന്റെ കണ്ണുവെട്ടിച്ച് മൃഗങ്ങളുടെ ഇടയിൽ കൂടി ഓടി ഒരുപാട് ദൂരം പോയി. സാസു എവിടേക്ക് തിരിഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല. ഈ വഴി പോകരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നാളെ ചോദിച്ചു. അവിടെ പോയാൽ നമ്മൾ നല്ല ധൈര്യമുള്ളവരാണെന്ന് എല്ലാവരും വിചാരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഇരുണ്ട ഭൂഭാഗത്തെത്തി. അവിടെ അവർ കുറെ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടു. ഒരു സ്ഥലത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൽ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്നൊക്കെയുണ്ട്. എന്താണെന്ന് അവർ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അവിടെ ചില ജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊന്നും അപ്പോൾ അവർ കാണുന്നില്ല. നാളേക്ക് ആകെ പന്തികേട് തോന്നി. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാം എന്ന് നാളെ പറഞ്ഞു. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു സിംബ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ ആരോ വന്ന പോലെ അവർക്ക് തോന്നി. ഇത് മുഫാസയുടെ മകനല്ലേ? ഇന്നത്തെ അത്താഴം എന്തായാലും കൊള്ളാം എന്ന ശബ്ദം കേട്ട് അവർ നോക്കുമ്പോൾ ഹൈനകളുടെ നേതാവായ ഷെൻസി അവിടെ നിൽക്കുന്നു. ആ സമയം അങ്ങോട്ട് പറന്നു വന്ന സാസു അവരോട് പറഞ്ഞു, അവരെ വെറുതെ വിട്ടില്ലെങ്കിൽ മുഫാസയുമായി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. മുഫാസയുമായി യുദ്ധമോ? മുഫാസയുടെ പരമ്പര ഇതാ ഇവിടെ തീരുകയാണ്. സാസു ഓരോന്ന് പറഞ്ഞ് ഹൈനകളുടെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് സിംബയും നാളെയും അവിടെ നിന്ന് ഓടി ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നു. ഹൈനകൾക്ക് ആ ചെറിയ മാളത്തിലൂടെ കടക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ അവരെ പിടിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് മാന്തുകയും പല വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നു. അവസാനം ഒരു ചെറിയ മാളത്തിലൂടെ അവർ പുറത്തേക്ക് വരുമ്പോഴേക്കും വീണ്ടും ആ ഹൈനകളെല്ലാം അവരെ വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലെന്ന് കണ്ട് സിംബ ഗർജിക്കുകയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കുകയാണ്. ആ സമയം ഒരു വലിയ സിംഹത്തിന്റെ ഗർജനം അവിടെ മുഴങ്ങി. അവർ ഭയന്നു. നോക്കുമ്പോൾ മുഫാസ അവിടെ എത്തിയിരിക്കുന്നു. മുഫാസ ഷെൻസിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി എന്റെ മകന്റെ മുന്നിലെങ്ങാനും വന്നുപെട്ടാൽ
നിന്നെയൊന്നും ഞാൻ ബാക്കി വെച്ചിരിക്കില്ല എന്ന് മുഫാസ പറയുന്നു. ഹീനകളെല്ലാം പേടിച്ച് അവിടെ നിന്ന് മാറി. മുഫാസയുടെ പിന്നാലെ കുട്ടികൾ പുറത്തേക്ക് നടന്നു. അവർ നടന്ന് ഒരു പുൽമേട്ടിലെത്തി. നാളെയെ സാസുവിൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ട് മുഫാസയും സിംബയും ആ പുൽമേട്ടിലിരുന്നു. മുഫാസ അവനോട് ചോദിച്ചു, ഞാൻ പോകരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ അങ്ങോട്ട് എന്തിനാണ് പോയത്? നീ ഇപ്പോൾ നാളെയെ കൂടി അപകടപ്പെടുത്തുമായിരുന്നല്ലോ. എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ആ വഴി പോയതെന്ന് സിംബ പറഞ്ഞു. ധൈര്യം ആവശ്യമില്ലാത്തടുത്ത് കാണിക്കാനുള്ളതല്ല. അച്ഛൻ ആരെയും പേടിയില്ലേ? അവൻ ചോദിച്ചു. നീ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ പേടി. നീ തനിച്ചാണെന്ന് തോന്നുമ്പോൾ ആ നക്ഷത്രങ്ങളിലേക്ക് നോക്കണം. അവിടെ നമ്മുടെ പൂർവികരൊക്കെ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഹൈനകൾ അവിടെ കൂട്ടം കൂടിയിരുന്ന് മുഫാസയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ സ്കാർ അങ്ങോട്ട് നടന്നു വരികയാണ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് 2 കുട്ടികളെ പറഞ്ഞയച്ചു, പക്ഷേ അവർ രക്ഷപ്പെട്ടു പോയില്ലേ? ഇത്രയുള്ളോ നിങ്ങളൊക്കെ? അത് ഞങ്ങളുടെ കാര്യമല്ലേ, നീ എന്തിനാണ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്? ഷെൻസി ചോദിച്ചു. ഞാൻ നിങ്ങളുമായി ഒരു ഡീൽ ഉണ്ടാക്കാനാണ് വന്നത്, സ്കാർ പറഞ്ഞു. അതെന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇരുണ്ട പ്രദേശത്ത് ജീവിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. പ്രകാശം പതിക്കുന്ന രാജ്യത്തിലുള്ള ഏത് ജീവിയെയും നിങ്ങൾക്ക് പിടിച്ചു തിന്നാൻ കഴിയുന്ന ഒരു അവസരം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. മുഫാസ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല, ഷെൻസി പറഞ്ഞു. അതിന് നമ്മളിപ്പോൾ മുഫാസയെ കൊല്ലാൻ പോവുകയാണ്, സ്കാർ പറഞ്ഞു. അത് നടന്നാൽ നിങ്ങളായിരിക്കും എൻ്റെ കാവൽക്കാരും സഹായികളും. നിങ്ങൾക്ക് രാജ്യത്ത് എവിടെയും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതിന് മുഫാസയെ കൊന്ന് ഞാൻ രാജാവാകണം. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. മുഫാസയെ അത്ര എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല, അവൻ വളരെ ശക്തനാണ്. അപ്പോൾ സ്കാർ പറഞ്ഞു, മുഫാസയെ തോൽപ്പിക്കാൻ കഴിയും. ഏതു വമ്പനെയും വീഴ്ത്താൻ പറ്റുന്ന ഒന്നാന്തരം ആയുധമാണ് ചതി. പിറ്റേന്ന് സ്കാർ സിംബയും കൊണ്ട് ഒരു വലിയ മലയിടുക്കിലെത്തി. ഇതാണ് സിംഹങ്ങൾ ഗർജിക്കാൻ പരിശീലിക്കുന്ന സ്ഥലം. നിന്റെ ഗർജനം കേട്ട് എല്ലാ മൃഗങ്ങളും പേടിക്കും. സ്കാർ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഹീനകൾ നിൽക്കുന്നുണ്ട്. നീ ഇവിടെ നിന്ന് ഗർജനം പരിശീലിക്കുമെന്ന് പറഞ്ഞ് സ്കാർ അവിടെ നിന്ന് പോയി. സിംബ അവിടെ നിന്ന് ഗർജിക്കാൻ തുടങ്ങി. മുകളിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം പോത്തുകളെ ഓടിക്കാൻ അവൻ ഹൈനകളെ ഏർപ്പാടാക്കിയിരുന്നു. ഹൈനകളെല്ലാം പോത്തുകൂട്ടത്തെ ഓടിച്ച് താഴേക്ക് ഇറക്കി. മുകളിൽ എന്തൊക്കെയോ ശബ്ദം കേട്ട് സിംബ മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാ വഴിയിലൂടെയും പോത്തുകൾ ഓടി വരികയാണ്. അവയുടെ ചവിട്ട് കൊള്ളാതിരിക്കാനായി കുഞ്ഞു സിംബ ഓട്ടം പിടിച്ചു. സ്കാർ നേരെ മുഫാസയുടെ അടുത്ത് ചെന്നു. സിംബ മലയിടുക്കിലുണ്ടെന്നും അവൻ കാട്ടുപോത്തുകളുടെ ഇടയിൽ പെട്ടെന്നും പറഞ്ഞു. അത് കേട്ട് മുഫാസ അങ്ങോട്ട് ഓടി വന്നു. അസമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സാസുവും അങ്ങോട്ട് പറന്നു വന്നു. സാസു സിംബയോട് അവിടെ നിന്ന് മാറി ഒരു മരക്കൊമ്പിൽ കയറിയിരിക്കാൻ പറഞ്ഞു. സിംബ ആ ഉണങ്ങിയ മരക്കമ്പിൽ കയറി പിടിച്ചിരുന്നു. സാസുവും അവന്റെ അടുത്ത് വന്നിരുന്നു. അവന് ധൈര്യം കൊടുത്ത ശേഷം സാസു മുഫാസയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. ദാ അവിടെ ഒരു മരക്കൊമ്പിൽ അവൻ പിടിച്ചിരിപ്പുണ്ട്. ഉടനെ മുഫാസ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുന്നു. അതേസമയം സ്കാർ സാസുവിനോട്, നീ പോയി എല്ലാവരെയും വിവരം അറിയിക്കൂ, ഞാൻ മുഫാസയെ സഹായിക്കാമെന്ന് പറഞ്ഞ് സാസുവിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. സിംബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഫാസയെ പോത്തുകൾ ഇടിച്ചിടുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കടിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നു. അവനെ സേഫായ ഒരു സ്ഥലത്തിരുത്തിയതിനു ശേഷം മുഫാസയെ വീണ്ടും പോത്തുകൂട്ടം ഇടിച്ചിരുന്നു. അവൻ അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ എത്താറായപ്പോൾ മുഫാസ തിരിഞ്ഞു നോക്കി. സിംബയെ അവിടെ കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് സഹായിക്കാനെന്ന വ്യാജേന വന്ന സ്കാർ മുഫാസയെ തള്ളി താഴെയിടുന്നു. ആ വലിയ കൊക്കയുടെ ഉയരത്തിൽ നിന്ന് വീണ മുഫാസ തൽക്ഷണം മരിക്കുന്നു. അച്ഛൻ താഴേക്ക് വീഴുന്നത് സിംബ കണ്ടു. പോത്തുകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും സിംബ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ അച്ഛനെ തൊട്ടു നോക്കി, വിളിച്ചു നോക്കി, അനങ്ങുന്നില്ല. അച്ഛൻ മരിച്ചെന്ന് അവന് മനസ്സിലായി. അവൻ സങ്കടത്തോടെ മുഫാസയോട് ചേർന്ന് കിടക്കുന്നു. അപ്പോൾ സ്കാർ അങ്ങോട്ട് വരികയാണ്. നീ എന്താണ് ഈ ചെയ്തത്? നീ കാരണമല്ലേ രാജാവ് മരിച്ചത്? സിംബ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്കാർ അവനോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നു. രാജാവിനെ കൊന്ന നിന്നെ ഇനി ആർക്കും കാണണ്ട. നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളൂ. ഈ കാട്ടിലിനി ഒരു നിമിഷം പോലും നിൽക്കണ്ട. അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. സ്കാർ ഹൈനകളോട് അവനെ തീർത്തേക്കാൻ പറയുന്നു. ഹൈനകൾ പുറകെ വരുന്നത് കണ്ട് അവൻ കൂടുതൽ വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. ഓടുന്നതിനിടയിൽ അവൻ വലിയൊരു കുഴിയിൽ വീണു. ഹൈനകൾ കുഴിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ നിന്ന് വീണാൽ ആരും രക്ഷപ്പെടില്ല. അവൻ മരിച്ചെന്ന് നമുക്ക് സ്കാറിനോട് പറയാം. അങ്ങനെ ഹൈനകൾ തിരിച്ചുപോയി. എന്നാൽ സിംബ താഴെ വീണിട്ടുണ്ടായിരുന്നില്ല. അവൻ ഒരു മരക്കുറ്റിയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഹൈനകൾ പോയി എന്ന് ഉറപ്പായപ്പോൾ അവൻ പതിയെ മുകളിലേക്ക് കയറി എങ്ങോട്ടുന്നില്ലാതെ നടന്നുപോയി. ഏതൊക്കെയോ സ്ഥലങ്ങൾ കടന്ന് അവൻ വലിയൊരു മരുഭൂമിയിലെത്തി. നടന്നിട്ടും തീരുന്നില്ല. വിശപ്പും ദാഹവും കാരണം ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ തളർന്നു വീണു.
മുഫാസയും സിംബയും മരിച്ചു കഴിഞ്ഞുവെന്ന് സ്കാർ മൃഗങ്ങളോട് പറഞ്ഞു. അത് കേട്ട റഫീഖി തൻ്റെ മരത്തിൽ വന്ന് സിംബയുടെ ആ ചിത്രം വെട്ടിക്കളഞ്ഞു. സ്കാർ ഹൈനകളുടെ കൂടെ ചേർന്ന് ആ കാട്ടിൽ ഭരണം ആരംഭിച്ചു. ആകാശത്തുകൂടി പറക്കുകയായിരുന്ന കഴുകന്മാർ സിംബയെ കണ്ട് അങ്ങോട്ട് വന്നു. അവൻ മരിച്ചോ എന്നറിയാൻ വേണ്ടി ചുറ്റും കൂടി നിൽക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ച് അവിടുന്ന് പറന്നുപോയി അവർ. പൂമ്പ എന്നു പേരുള്ള ഒരു കാട്ടുപന്നിയും കൂട്ടുകാരൻ തിമ്മനും ആടിത്തിമിർത്ത് അങ്ങോട്ട് വരികയാണ്. കഴുകന്മാർ പറന്നുപോയപ്പോഴാണ് അവർ സിംബയെ കണ്ടത്. ഇത് പൂച്ചയാണോ സിംഹമാണോ എന്ന് അവർ തമ്മിൽ ചോദിച്ചു. അവസാനം പല്ല് കണ്ട് അയ്യോ ഇതൊരു സിംഹമാണെന്ന് പറഞ്ഞ് തിമ്മൻ ഒറ്റച്ചാട്ടം. അപ്പോൾ പൂമ്പ പറഞ്ഞു, ഇതൊരു കുഞ്ഞു സിംഹമാണ്, നമുക്ക് ഇവനെ കൂട്ടുകാരനാക്കാം. ഒരു സിംഹം കൂട്ടുകാരനാകുന്നത് ഒരു ഗമയുള്ള കാര്യമല്ലേ. ഏതായാലും അപ്പോഴേക്കും സിംബ കണ്ണു തുറന്നു. പൂമ്പയും തിമ്മനും സിംബയെയും കൂട്ടി തങ്ങളുടെ രാജ്യത്തേക്ക് പോയി. ആ സ്ഥലം സിംബയ്ക്ക് നല്ല ഇഷ്ടമായി. പൂമ്പ ഒരു ഉണങ്ങിയ മരത്തടി അടിച്ചു പൊട്ടിച്ച് അതിലുള്ള ചിതലിനെയും പുഴുവിനെയും പാറ്റയും ഒക്കെ അവന് തിന്നാൻ കൊടുത്തു. അല്ലാതെ ഞങ്ങളെയൊന്നും പിടിച്ച് തിന്നേക്കരുത്, തിമ്മൻ പറഞ്ഞു. അവൻ അവിടെ കൂട്ടുകാരോടൊപ്പം വളർന്നു വലുതാകുന്നു. ആ സമയം സിംബയുടെ സ്വന്തം കാട്ടിൽ കാര്യങ്ങളാകെ ശോകമായിരുന്നു. ഹൈനകളും സ്കാറും കൂടി ആ കാടാകെ നശിപ്പിച്ചു. സാസു വന്ന് സിംബയുടെ അമ്മയോട് പറഞ്ഞു, ഈ കാട്ടിലെ അവസാനത്തെ പോത്തുകൂട്ടങ്ങളെയാണ് അവർ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ അപ്പോൾ അങ്ങോട്ട് വന്നു. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. നമുക്ക് ഈ കാടിന് പുറത്തുള്ള ആരുടെയെങ്കിലും സഹായം തേടിയാലോ? നാളെ അപ്പോഴേക്കും വളർന്ന് ഒരു വലിയ സിംഹമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലായ്പ്പോഴും ഇവിടെ ഹൈനകളുടെ കാവലുണ്ട്. ശരിയാണ്, ഓരോ അനക്കവും ശ്രദ്ധിച്ച് കുറേ ഹൈനകൾ അവിടെ കാവലുണ്ട്. ആ രാത്രി നാളെ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അവൾ പതുങ്ങി ഇറങ്ങി വരുമ്പോൾ സ്കാർ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുന്നു. അവളുടെ പിന്നിലൂടെ ഹൈനകളും വരുന്നുണ്ട്. അവൾ ഉടനെ മുകളിലുള്ള ഒരു പാറയുടെ അരികിൽ പതുങ്ങിയിരുന്നു. സ്കാർ ചാടി വീഴുമ്പോൾ കാണുന്നത് ഹൈനകളെയാണ്. സംശയം മാറാതെ സ്കാർ ആ പാറയുടെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ പെട്ടെന്ന് സാസു അവിടെ നിന്ന് ചിറകടിച്ച് പറന്നു. സ്കാർ ഹൈനകളും സാസുവിൻ്റെ പിന്നാലെ പോയി. ആ തക്കത്തിൽ നാളെ അവിടെ നിന്ന് പുറത്തു കടന്നു. ഇരുട്ടിലൂടെ അവൾ ഓടി. നേരം പുലർന്നപ്പോഴേക്കും അവൾ ആ കാട്ടിൽ നിന്ന് കുറേ ദൂരെ എത്തി. ആ രാത്രി ഓരോരോ ഓർമ്മകളുമായി സിംബ ആകാശം നോക്കി ഇരിക്കുകയായിരുന്നു. കൂടെ കൂട്ടുകാരുമുണ്ട്. ആ നക്ഷത്രങ്ങളൊക്കെ എന്താണെന്നറിയുമോ? സിംബ ചോദിച്ചു. ആ നക്ഷത്രങ്ങളൊക്കെ മരിച്ചുപോയ രാജാക്കന്മാരാണ്. ഉടനെ തിമ്മൻ ചിരിക്കാൻ തുടങ്ങി, കൂടെ പൂമ്പയും. സിംബയ്ക്ക് വിഷമമായി. അവൻ കുറച്ച് ദൂരെ പോയി ഒറ്റയ്ക്കിരുന്നു. അവൻ തലകുലുക്കുന്ന സമയത്ത് സടയിൽ നിന്ന് ഏതാനും രോമം താഴേക്ക് വീണു. അത് കാറ്റിൽ പറന്ന് അവിടെ അടുത്തുള്ള ഒരു പുഴയിൽ വീണു. പുഴയിലൂടെ അത് കുറേ നേരം ഒഴുകി. അത് കണ്ട ഒരു പക്ഷി അത് കൊത്തി എടുത്തു കൊണ്ടുപോയി തൻ്റെ കൂട്ടിൽ വെച്ചു. അമ്മക്കിളി അത് കൊത്തി താഴെയിട്ടു. അവസാനം അത് ഒരു ഉറുമ്പ് എടുത്തുകൊണ്ട് പോകുന്നു. അത് മരത്തിലൂടെ കയറിപ്പോകുമ്പോൾ ആ രോമം റഫീഖ് ശ്രദ്ധിക്കുന്നു. അവനത് എടുത്തു നോക്കി. അത് സിംബയുടെ രോമമാണെന്ന് റഫീഖിക്ക് മനസ്സിലായി. സിംബ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായ റഫീഖ് സിംബയുടെ ചിത്രം വീണ്ടും വരയ്ക്കുന്നു. പിന്നെ റഫീഖ് സിംബയെ തിരക്കി ഇറങ്ങുകയാണ്. നാളെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഒരു പന്നി. അവൾ അതിന് പിന്നാലെ ഓടി. പന്നി ജീവനും കൊണ്ട് ഓടുകയാണ്. അവസാനം അതിനെ പിടികിട്ടിയെന്ന് കരുതിയപ്പോഴേക്കും മറ്റൊരു സിംഹം അവളെ ആക്രമിച്ചു. അത് സിംബയായിരുന്നു. നീ എന്തിനാണ് എൻ്റെ കൂട്ടുകാരനെ ആക്രമിച്ചത്? സിംബ ചോദിച്ചു. ഇവൻ എൻ്റെ ഇരയാണ്, നാളെ പറഞ്ഞു. യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സിംബ പെട്ടെന്ന് നീ നാളെയല്ലേ എന്ന് ചോദിച്ചു. നാളേക്ക് സിംബയെ മനസ്സിലായി. നാളെ ഉടനെ അവനോട് പറഞ്ഞു, നമ്മുടെ കാട് അപകടത്തിലാണ്, നീ തിരിച്ചു വന്ന് ഭരണം ഏറ്റെടുക്കണം. അത് നടക്കില്ല, സിംബ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവിടെ നിറയെ എനിക്ക് വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. ആ കാടിനെ രക്ഷിക്കാൻ ആരെങ്കിലും സഹായിക്കുമോ എന്നറിയാൻ വന്നതാണ് ഞാൻ. നാളെ എത്ര നിർബന്ധിച്ചിട്ടും സിംബ അവളുടെ കൂടെ പോകാൻ തയ്യാറായില്ല. അവസാനം അവൾ തിരിച്ചുപോയി. റഫീഖ് സിംബയെ തിരക്കി ഇറങ്ങുകയാണ്. അവസാനം അവനെ കണ്ടെത്തി രാജ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നു. ഞാൻ വരുന്നില്ല. സിംബ പോരാൻ കൂട്ടാക്കിയില്ല. ഞാൻ നിന്റെ അച്ഛൻ മുഫാസയെ നിനക്ക് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോവുകയാണ് റഫീഖ്. ഒരു പുഴയുടെ അടുത്തെത്തി ജലത്തിലേക്ക് നോക്കാൻ റഫീഖ് പറയുന്നു. വെള്ളത്തിൽ സിംബ അവന്റെ പ്രതിബിംബം കണ്ടു. ശരിക്കും അച്ഛനെ പോലുണ്ട്. റഫീഖ് പുറകിൽ നിന്ന് പറഞ്ഞു, നിന്റെ അച്ഛൻ നിന്നിൽ ജീവിക്കുകയാണ്. അവൻ ആകാശത്തിലേക്ക് നോക്കി. നക്ഷത്രങ്ങൾ അവനെ നോക്കുന്നത് പോലെ അവന് തോന്നി. അച്ഛൻ അവനോട് സംസാരിക്കുന്നത് പോലെ അവൻ കേട്ടു. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ സൂര്യൻ അസ്തമിച്ചു. നിന്റെ സൂര്യൻ ഉദിക്കാൻ സമയമായി. അവൻ ആകാശം നോക്കി നിൽക്കുമ്പോൾ റഫീഖ് അവനോട് ചോദിച്ചു, നീ ആരാണെന്നാണ് നിനക്കിപ്പോൾ തോന്നുന്നത്? ഞാൻ സിംബ, മുഫാസയുടെ മകൻ. സിംബ മറുപടി പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഓടി നാളെയുടെ അടുത്തെത്തി. ഞാനും വരുന്നുണ്ട്, നമുക്ക് രാജ്യത്തെ രക്ഷിക്കാമെന്ന് പറയുന്നു. പൂമ്പയും തിമ്മനും അവരുടെ കൂടെ കൂടി. അങ്ങനെ അവർ രാജ്യത്തിലെത്തി. അവർ നോക്കുമ്പോൾ ചുറ്റും ഹൈനകൾ കാവൽ നിൽക്കുകയാണ്.
അവരുടെ ശ്രദ്ധ തിരിക്കണം. എല്ലാവരും പൂമ്പയെ നോക്കുന്നു. ആ പണി എനിക്കാണല്ലേ എന്ന് പറഞ്ഞ് പൂമ്പ ഹൈനകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഹൈനകൾ പൂമ്പയെ പിടികൂടാൻ ഓടുമ്പോൾ സിംബയും നാളെയും ഉള്ളിലേക്ക് കിടക്കുന്നു. സ്കാർ ആ സമയം സിംബയുടെ അമ്മയോട് നീ എന്റെ റാണിയാകാൻ തയ്യാറാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിംബ ആ പാറയുടെ മുകളിൽ നിന്ന് അലറുന്നു. ഇത് കേട്ട് സ്കാർ ഞെട്ടിപ്പോയി. സിംബയുടെ അമ്മ അവനെ തിരിച്ചറിയുന്നു. സ്കാർ അപ്പോൾ നീ രാജാവിനെ കൊന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന്റെ ആത്മവീര്യം കെടുത്തുകയാണ്. രാജാവിനെ കൊന്നവന് രാജ്യത്ത് നിൽക്കാൻ തന്നെ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് സ്കാർ അവനെ ആ പാറയുടെ അടുത്തെത്തിക്കുന്നു. താഴേക്ക് വീഴാൻ പോയ അവൻ ആ പാറയിൽ പിടിച്ചു കിടക്കുന്നു. ആ സമയത്ത് സ്കാർ അവനോട് ഇതുപോലെയാണ് ചാകുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ എന്നെ നോക്കിയത്. നിന്റെ അച്ഛനെ കൊന്നതുപോലെ ഞാൻ നിന്നെയും കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവനെ തള്ളിയിടാൻ ശ്രമിക്കുന്നു. ആ സമയം മിന്നലടിച്ച് അവിടെ മുഴുവൻ തീ കത്തുന്നു. സിംബ താഴെ വീണില്ല. അച്ഛനെ കൊന്നത് സ്കാറാന്ന് മനസ്സിലാക്കിയ അവൻ കയറി വന്ന് സ്കാറിനെ നേരിട്ടു. പിന്നെ അവിടെ നടന്നത് കൊടിയ യുദ്ധമാണ്. സ്കാർ ആ പാറയുടെ മുകളിൽ നിന്ന് താഴെ വീണു. മരിക്കാറായി അവൻ നോക്കുമ്പോൾ തന്നെ തിന്നാനായി ഹൈനകളൊക്കെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങനെ സ്കാറിന്റെ കഥ തീർന്നു. സിംബ രാജാവായി. നാളെയെ കല്യാണം കഴിച്ചു. അവർക്കുണ്ടായ സിംഹക്കുട്ടിയെ നമ്മുടെ റഫീഖ് എടുത്തുയർത്തുന്നത് കാണിച്ചുകൊണ്ട് ദ ലയൺ കിങ് എന്ന സിനിമ അവസാനിക്കുകയാണ്.